Hello everyone, welcome to G-Pod. എല്ലാവർക്കും മക്കളെ G-Podന്റെ +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലേക്ക് സ്വാഗതം. അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് മോഡൽ എക്സാം എത്താനായി, നിങ്ങളുടെ പബ്ലിക് എക്സാം എത്താനായി, നിങ്ങളുടെ +2 ജീവിതം അവസാനിക്കാനായി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ ഒന്ന് പൗസ് ചെയ്തിട്ട് നിങ്ങൾ രണ്ട് കാര്യം കമൻറ്റ് ചെയ്യുക. +2 ജീവിതം അവസാനിക്കാനായപ്പോൾ എന്ത് തോന്നുന്നു? രണ്ടാമത് നിങ്ങൾ എത്ര വരെ പഠിച്ചു? അതായത് എത്ര വരെ പഠിച്ചു വെച്ചാൽ നിങ്ങൾ +2 ഓരോ വിഷയം എത്ര പഠിച്ചു? നിങ്ങൾ ചെയ്യേണ്ടത് +2 ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സിന് മിസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ടീച്ചേഴ്സിന് മിസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ +2 തീരാനായി. അപ്പോൾ നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. രണ്ടാമത് നിങ്ങൾ +2 ഓരോ വിഷയം എത്ര വരെ പഠിച്ചു, അതിൻ്റെ കൂടെ അഡീഷനായിട്ട് നിങ്ങൾക്ക് ടഫായിട്ടുള്ള വിഷയം ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ചില വിഷയത്തിൽ ഏതെങ്കിലും ടോപ്പിക്ക് ടഫായിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് എന്താണ്, +2 ഹിസ്റ്ററിയിലെ വെയിറ്റേജ് പറയാനാണ്. നിങ്ങൾക്ക് അഡീഷണൽ ടെക്സ്റ്റ് അടക്കം മൊത്തം 15 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ പാഠമായിട്ടുള്ള നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ പാഠത്തുനിന്ന് 8 മാർക്കിനാണ് എന്ത് ചെയ്യുക ചോദിക്കുക കേട്ടോ. രണ്ടാമത്തെ പാഠമായിട്ടുള്ള നമ്മുടെ മറ്റേ പാഠം ഉണ്ടല്ലോ, ഇത് നമ്മുടെ മഗധയെക്കുറിച്ചൊക്കെ പഠിക്കുന്ന പാഠത്തുനിന്ന് കിങ്സ് ഫാമേഴ്സ് ആൻഡ് ടൗണിൽ നിന്ന് 6 മാർക്കാണ് എന്ത് ചെയ്യുക ചോദിക്കുക. മൂന്നാമത്തെ പാഠത്തിന് എത്ര മാർക്ക് ചോദിക്കുക? 4 മാർക്ക് കേട്ടോ. കിൻഷിപ്പ് ആൻഡ് ക്ലാസ് എന്നുള്ളതും 4 മാർക്കാണ്. പിന്നെ തിങ്കേഴ്സ് ബിലീഫ്സ് ആൻഡ് ബിൽഡിങ്സ് അല്ലെ, നമ്മുടെ ബുദ്ധ ജൈന മതങ്ങളെ കുറിച്ച് പഠിക്കുന്ന പാഠത്തു നിന്ന് 4 മാർക്കാണ് ചോദിക്കുക. ത്രൂ ദ ഐസ് ഓഫ് ട്രാവലേഴ്സ് അൽ ബിറൂനി, ഇബ്നു ബത്തൂത്ത, ജെയിംസ് ട്രാവനിയർ അവരെ കുറിച്ചിട്ടൊക്കെ അല്ലേ, അവരെ കുറിച്ചിട്ടൊക്കെ പാഠം നമുക്ക് എത്ര മാർക്ക് ചോദിക്കുക? 6 മാർക്കിനാണ്. ഭക്തി സൂഫി ട്രഡീഷൻ എന്നുള്ള പാഠം നമുക്ക് എത്ര മാർക്കിന് ചോദിക്കുക? 4 മാർക്കിനാണ് ചോദിക്കുക. ഇനി വിജയനഗരെ കുറിച്ചുള്ള പാഠം എത്ര മാർക്കിന് ചോദിക്കുക? അതും 4 മാർക്കിനാണ്. അതേപോലെ പെസൻ ജമീന്ദാർ ആൻഡ് സ്റ്റേറ്റ് അതൊന്നും 4 മാർക്കിനാണ്. കൾച്ചർ ആൻഡ് പോളിറ്റി ത്രൂ കോർട്ടിൽ അതിന് 8 മാർക്കിന് ചോദിക്കും. പിന്നെ ക്രോണിക്കിൾസ്, പിന്നെ അതേപോലെ കൊളോണിസം ആൻഡ് കൺട്രീസ് ആയിട്ടുള്ള പാഠത്തിന് 4 മാർക്കിന് ചോദിക്കും. റിബൽസ് ആൻഡ് രാജ് എന്നുള്ള പാഠത്തിന് 8 മാർക്കിന് ചോദിക്കും. മഹാത്മാഗാന്ധിയുടെ പാഠത്തിന് എത്ര മാർക്കാണ് ചോദിക്കുക? 8 മാർക്കിനാണ് കേട്ടോ. പിന്നെ കൺട്രി ടോൺ അപ്പാർട്ടില്ല, നമ്മുടെ വിഭജനത്തെക്കുറിച്ച് പറയുന്ന ചാപ്റ്ററിന് 4 മാർക്കിന് ചോദിക്കും. കേരളവുമായി ബന്ധപ്പെട്ട 2 ചാപ്റ്റർ എത്ര മാർക്കിന് ചോദിക്കുക? 4 മാർക്കിനാണ് ചോദിക്കുക. ഇതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ 4 മാർക്കിന് എന്തുണ്ടാവും? 4 മാർക്കോ അല്ലെങ്കിൽ 6 മാർക്കിന് എന്ത് ചോദിക്കും? മാപ്പ് ചോദിക്കും കേട്ടോ. 4 മാർക്കിന് 6 മാർക്കിന് മാപ്പ് ചോദിക്കും. മാപ്പ് ഇതിലെ ഫസ്റ്റത്തെ 13 പാഠം, കേരളം ഒഴികെയുള്ള ബാക്കി എല്ലാ പാഠത്തിനും എന്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്? മാപ്പ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൽ ക്രൊണോളജിക്കൽ ഓർഡറിൽ എഴുതാൻ പറയും, കാലക്രമത്തിൽ എഴുതാൻ പറയും. ശ്രദ്ധിക്കണം, 4 മാർക്കിന് എന്ത് ചോദിക്കും? ക്രൊണോളജിക്കൽ ഓർഡർ അല്ലെങ്കിൽ കാലക്രമത്തിൽ എഴുതാൻ പറയും. അത് കേരളവുമായിട്ട് ബന്ധപ്പെട്ട അവസാനത്തെ 2 പാഠത്താണ് ചോദിക്കുക. ശ്രദ്ധിക്കണം, കേരളവുമായി ബന്ധപ്പെട്ട അവസാനത്തെ 2 പാഠത്താണ് എന്ത് ചെയ്യുക? അത് ചോദിക്കുക. അപ്പോൾ ഈ ഒരു മാർക്ക് പഠിച്ചു വെക്കുക. ഇതിൽ 8 മാർക്കിൻ്റെ ചാപ്റ്റർ, അതായത് ഒന്നാമത്തെ ചാപ്റ്റർ, അതേപോലെ തന്നെ എന്താണ് കൾച്ചർ ആൻഡ് പോളിറ്റി ത്രൂ കോഡ് ക്രോണിക്കിൾസ് അല്ലേ, അതായത് നമ്മുടെ മുഗൾ എംപയറിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ആ ചാപ്റ്റർ, അത് നോക്കി എന്ത് ചെയ്യും? 8 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കും. അതുപോലെ റിബൽസ് ആൻഡ് രാജ്, നമ്മൾ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലേ, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പഠിക്കുന്ന പാഠത്തിന് 8 മാർക്കിന് ചോദിക്കാം. അതേപോലെ മഹാത്മാഗാന്ധിയുടെ പാഠത്തിന് എന്ത് ചെയ്യും? 8 മാർക്ക്. അതൊക്കെ എന്താ, 8 മാർക്ക് കണ്ടാൽ അവിടെയൊക്കെ എന്താണ് എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. അതേപോലെ തന്നെ 6 മാർക്കിന് ചാപ്റ്റർ, രണ്ടാമത്തെ പാഠം 6 മാർക്കാണ്, അഞ്ചാമത്തെ പാഠം 6 മാർക്കാണ്. അതേപോലെ തന്നെ എന്താണ് ബാക്കിയുള്ളതൊക്കെ 4 മാർക്കാണ്. അപ്പോൾ 8 മാർക്കിൻ്റെ ചാപ്റ്റർ, ഒന്നാമത്തെ പാഠം 8 മാർക്കാണ്. അതേപോലെ തന്നെ നമ്മുടെ 4, 5, 6, 7, 8, 9, 9ാമത്തെ പാഠം എത്ര മാർക്കാണ്? 8 മാർക്കാണ്. 11ാമത്തെ പാഠം എത്രയാണ്? 8 മാർക്കാണ് കേട്ടോ. ശ്രദ്ധിക്കണേ. അതേപോലെ 12ാമത്തെ പാഠം 8 മാർക്ക്. അപ്പോൾ 12, 11, അതേപോലെ തന്നെ 9, 1 ഈ 4 പാഠങ്ങൾ എത്ര മാർക്കാണ്? 8 മാർക്കാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം? അത് പഠിച്ചിരിക്കണം. പിന്നെ എന്ത് ചെയ്യുക? അടുത്ത 6 മാർക്ക്, നമ്മുടെ 5ാമത്തെ പാഠം 6 മാർക്കാണ്, 2ാമത്തെ പാഠം 6 മാർക്കാണ്. ആ 2 പാഠങ്ങൾ ഇമ്പോർട്ടൻ്റ്, അതും പഠിക്കുക. ബാക്കിയുള്ളതൊക്കെ 4 മാർക്കാണ്. അപ്പോൾ ഈ 15 പാഠങ്ങൾ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെയും മാർക്കിനനുസരിച്ച് പഠിക്കുക. 8 മാർക്കിൻ്റെ ചാപ്റ്ററിന് എസ്സേ ചോദിക്കും. 4 മാർക്ക് മാപ്പ്, 4 അല്ലെങ്കിൽ 6 മാർക്ക് മാപ്പ് വരും. അത് ഫസ്റ്റ് 1 മുതൽ 13 വരെയുള്ള ചാപ്റ്റേഴ്സിനാണ് എന്ത് ചോദിക്കുക? മാപ്പ് ചോദിക്കുക. കേരളമായിട്ട് ബന്ധപ്പെട്ട 2 ചാപ്റ്ററിന് എന്ത് ചോദിക്കും? നമ്മുടെ ക്രൊണോളജിക്കൽ ഓർഡർ കാലക്രമത്തിൽ എഴുതാനും ചോദിക്കട്ടെ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ട അടുത്ത പരിപാടി എന്താ? പഠിക്കണം എന്ന ചിന്ത. ഇനിയുള്ള ദിവസം ഒരു മാസത്തിനടുത്ത് നിങ്ങളുടെ പബ്ലിക് എക്സാമിനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ഫെബ്രുവരി വന്നു. അപ്പോൾ കറക്റ്റ് ഒരു മാസമേ നിങ്ങളുടെ പബ്ലിക് എക്സാമിനുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കണം എന്ന ചിന്ത നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. മിനിമം ദിവസം ഒരു 3 മണിക്കൂർ പഠിക്കുക. മിനിമം ഒരു 7 മണിക്കൂറെങ്കിലും ഉറങ്ങുക. 7 മണിക്കൂറെങ്കിലും ഉറങ്ങണം. മിനിമം ഒരു 3 ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യുക? 3 to 5, 3 മുതൽ 5 മണിക്കൂർ വരെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. അതേപോലെ മിനിമം ഒരു 7 മണിക്കൂറെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഉറങ്ങണം. ആവശ്യത്തിന് ഫുഡ് കഴിക്കണം, വെള്ളം കുടിക്കണം, ടെൻഷൻ എന്നുള്ള കാര്യം ഒഴിവാക്കണം. കാരണം ടെൻഷൻ അടിച്ച് നിങ്ങൾ പഠിച്ചും കൂടി മറന്നു പോകും. അപ്പോൾ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് ഉറങ്ങുക. അപ്പോൾ തന്നെ മനസ്സിന് എന്ത് കിട്ടും? ഒരു സമാധാനം കിട്ടും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് PYQ നന്നായിട്ട് എന്ത് ചെയ്യുക? റെഫർ ചെയ്യുക. നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, സ്നാപ്ചാറ്റ്, യൂട്യൂബ് ഷോർട്സ്, നിങ്ങളെ മനസ്സിനെ വഴി തെറ്റിക്കുന്ന ഏതൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ആണെങ്കിലും അത് എന്ത് ചെയ്യുക? ഒഴിവാക്കുക. ഇത് നന്നായിട്ട് എന്ത് ചെയ്യുക? പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇന്ന് മുതൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ച് തുടങ്ങുക മക്കളെ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ +2 ലൈഫ് കഴിയാനായി, നിങ്ങൾ ടൂർ കഴിഞ്ഞു, നിങ്ങൾ ഇനി അതിൻ്റെ
മൂത്തന്യാവസ്ഥയിലെത്തി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ മിസ് ചെയ്യുന്നുണ്ടാവും, ടീച്ചേഴ്സിനെ മിസ് ചെയ്യുന്നുണ്ടാവും, നിങ്ങളിപ്പോൾ പലരെയും മിസ് ചെയ്യുന്നുണ്ടാവും. ആ മിസ്സിംഗ് ഒക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഈ ഒരു മാസം നിങ്ങൾ എന്ത് ചെയ്യുക? പല്ലും നഖവും കണ്ണും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. +2 ഹിസ്റ്ററിയിൽ മാത്രമല്ല, +2 ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്. നന്നായി പഠിക്കുക. ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക്, വാട്സപ്പ് ഒഴിവാക്കാൻ അവിടെ വെച്ചോ. എന്നാലും ഇൻസ്റ്റാഗ്രാം തൽക്കാലത്തേക്ക് എന്തെങ്കിലും അൺഇൻസ്റ്റാൾ ഒരു മാസത്തേക്ക്. ഇൻസ്റ്റാഗ്രാമും സ്നാപ്ചാറ്റും ഫേസ്ബുക്കൊക്കെ എന്ത് ചെയ്യുക? അൺഇൻസ്റ്റാൾ ചെയ്യുക. യൂട്യൂബിൽ ഷോർട്സ് കാണുന്നത് കുറയ്ക്കുക. പിന്നെ വാട്സപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുക. എന്നാലും അനാവശ്യമായ ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾ പരമാവധി സമയം പഠിക്കുക. ബുക്ക് റെഫർ ചെയ്യാം, PYQs റെഫർ ചെയ്യുക. നിങ്ങൾ തന്നെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയിട്ട് എഴുതി പഠിക്കുക. അതൊക്കെയാണ് ഹിസ്റ്ററി പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. സോ ബാക്കിയുള്ളത് നമുക്ക് ഇനി വഴിയെ കാണാം. സോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സിൽ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്യുക. സോ അവിടെ കാണാം. അതുവരേക്കും ബൈ.